ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇറാൻ അംബാസിഡറെ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഫത്താലിയെ വിളിപ്പിച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. ആക്രമണമുണ്ടായ ജഗ് അർണബ് എന്ന കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരെന്ന് UK മെരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഇന്ത്യൻ കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അതിൽ ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചിട്ടുണ്ടല്ലേ? അനൂപ്, തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ടോടെയാണ് ഹോർമുസ് കടലിടുക്കിൽ ഇങ്ങനെ ഇന്ത്യൻ കപ്പലായിട്ടുള്ള ജഗ് അർണബിന് നേരെ ആക്രമണം ഉണ്ടായി ഇറാന്റെ ഭാഗത്തു നിന്നും എന്നുള്ള റിപ്പോർട്ടുകൾ UK മാരിടൈം ഏജൻസി പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഒരു പ്രതിഷേധ നടപടി എന്ന ഭാഗമായി ഇന്ത്യയിലെ അംബാസഡറെ, ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് വിളിച്ചു വരുത്തി. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യയുടെ അതിർത്തി അറിയിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഇന്ത്യയിലെ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഫത്താലിയാണ്. അദ്ദേഹമാണ് ഇന്ന് രാത്രിയോടെ, അതായത് അല്പം മുൻപ് വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തുകയും അതിനുശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു പോവുകയും ചെയ്തു. കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ പ്രതിഷേധം ശക്തമായി അറിയിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല, നിലവിൽ ഈ ഹോർമുസ് കടലിടുക്കിൽ സ്വതന്ത്ര സഞ്ചാരത്തിന് മേൽ ഉണ്ടാകുന്ന ഇറാന്റെ കടന്നുകയറ്റം, ഇറാന്റെ ആക്രമണം അതിനെ ശക്തമായി അപലപിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത്. പക്ഷെ അപ്പോഴും ഈ ഇന്ത്യൻ കപ്പൽ ആക്രമണം ഉണ്ടായ സംബന്ധിച്ച് ഒരു വിശദീകരണം, ഔദ്യോഗികമായ വിശദീകരണമോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നിലവിൽ UK മാരിടൈം ഏജൻസിയാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടത്. അതിൽ തന്നെ രണ്ട് കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കടക്കാൻ, രണ്ട് ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം IRGC ബോട്ടുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഒരു കപ്പൽ ജഗ് അർണബിലേക്ക് ചില വെടിയുണ്ടകൾ പതിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അതിന് പിന്നാലെ ഈ രണ്ട് കപ്പലുകളും യൂട്ടേൺ എടുത്ത് മടങ്ങിപ്പോയി എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും രണ്ട് കപ്പലുകളിലെയും ജീവനക്കാർക്ക് ഒരു പരിക്കുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത്. പക്ഷേ അല്പസമയത്തിനകം തന്നെ ഇന്ത്യ, പ്രത്യേകിച്ചും DG ഷിപ്പിംഗ് അല്ലെങ്കിൽ ഷിപ്പിംഗ് മന്ത്രാലയം ഒരു ഔദ്യോഗിക വിശദീകരണം പുറത്തിറക്കുമെന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഈ ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഇനി അതിൽ കൂടുതൽ വിശദീകരണം ഇറാൻ നൽകേണ്ടതുണ്ടല്ലോ. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ നമ്മൾ സേഫ് സോണിലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് നേരെയുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തായാലും ഇന്ത്യയുടെ ചോദ്യങ്ങൾ ഇനി അതിശക്തമായി തന്നെ ഉയരില്ലേ? അനൂപ്, നിലവിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിരിക്കുന്നത് നിലവിൽ ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ മടങ്ങിപ്പോകണം. അതിൽ തന്നെ US-ന്റെ നടപടികളെയാണ് ഇറാൻ എതിർക്കുന്നത്, അപലപിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്ക വാക്കുപാലിക്കണം. ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായി, അതിനപ്പുറത്തേക്ക് ചില ധാരണകൾ ഉണ്ടായി, ആ വാക്ക് പാലിക്കണം. അതല്ലാതെ നിലവിൽ ഹോർമുസ് കടലിടുക്ക് കടക്കാനായിട്ട് കപ്പലുകളെ അനുവദിക്കില്ല എന്നുള്ള വിശദീകരണമാണ് ഇറാന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണവും അതിൽ ഇറാൻ ഏത് തരത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒരുപക്ഷെ കുറച്ചുകൂടി സങ്കീർണമായേക്കാം. കാരണം ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഒരു കപ്പലിന് നേരെ, അതും ഇന്ത്യൻ കപ്പലിന് നേരെ ഇത്തരത്തിൽ ആക്രമണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.